വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് റിയോ ആൻഡ് ദിസ് ഇസ് ഹോഗി ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് എവിടെയാണ്? ഇതാണ് നമ്മൾ ട്രിവാൻഡ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന നെയ്യാർ ഡാം എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡാമിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ ഇന്ന് വേറെ 2 സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് അത് ഹോക്കി പറഞ്ഞു തരും. ഗൈസ്, നമ്മളിവിടെ ട്രിവാൻഡ്രം മുതൽ നെയ്യാർ ഡാം വരെ ആദ്യം വരാമെന്ന് വെച്ചു. എന്നിട്ട് നമ്മളിവിടെ അടുത്ത ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആനക്കുളം എന്ന് പറയണം, അമ്പൂരി ആനക്കുളം. ബാക്കി നമുക്ക് അവിടെ ഉള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വ്യൂവും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളൊരു 2 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. നല്ല വ്യൂസ് എടുക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയത്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചൂടാണ് ആക്ച്വലി, അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്പോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത് ഫസ്റ്റ് നമുക്ക് എവിടെയാണ് പോകേണ്ടത് പ്രിയോ? ഗൈസ്, അപ്പോൾ നമുക്കിപ്പോൾ പോകേണ്ടത് ആനക്കുളത്താണ്. അത് ഏകദേശം ആൾക്കാർക്ക് അറിയാനുള്ളതാണ്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി കൂടി കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഗൈസ്, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഡാമിൽ വെള്ളമൊന്നും കാണത്തില്ല. അത് വേറൊന്നുമല്ല, അല്ല ഗൈസ്, ഷട്ടർ തുറന്നിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ. വരയ്ക്കും. ഇതാണ് നെയ്യാർ ഡാമിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ആനക്കുളം എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള ആനക്കുളം ഇത് തന്നെ എന്നാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ വെള്ളമൊക്കെ ഇച്ചിരി ബോറായി കിടക്കുകയാണ്. ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. സോ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, ഒത്തിരി കുപ്പികളും ഹോട്ടലൊക്കെ കിടക്കുന്നത്. കാര്യം ഇപ്പോൾ ഇവിടെ ആരും എന്താ പറയുക, ടൂറിസ്റ്റ് ആരും ഇപ്പം വരുന്നില്ല. അതൊരു ഇതായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം ഇങ്ങനെ കിടക്കുന്നത്. എന്നാലും നല്ലതായിട്ടുള്ള കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാവും. ഒരു ജൂണൊക്കെ ആകുമ്പോൾ ആക്ച്വലി നല്ല കുറച്ചും കൂടെ ആൾ വരും, കുറച്ചും കൂടെ വെള്ളം വരും, താഴോട്ടൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ഫുള്ളാവും. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാം ചപ്പ് ചവറാണ്, ആളുകളെല്ലാം ഇവിടെ നശിപ്പിക്കണം. അപ്പോൾ കാരണം നല്ലൊരു ആംബുലൻസും, കാരണം ഇങ്ങോട്ട് കയറുന്നൊക്കെ വഴിക്ക് നല്ല ആംബുലൻസും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. ഒത്തിരി വെള്ളം എന്ന് പറയുമ്പോൾ അതിശയമാണ്. മുമ്പൊക്കെ ഇതിനേക്കാളും വെള്ളം വീഡിയോസിലൊക്കെ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല വീതിക്ക് ഇറങ്ങി കിടക്കുന്ന വെള്ളം കുളിക്കുന്നതായിട്ടൊക്കെ. ഇതിപ്പോൾ കുറച്ച് വെള്ളം എല്ലാം നാശമായിട്ട് കിടക്കുക. രാത്രി എങ്ങനെ വരുവാ ഇറങ്ങി വരെ? വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂനിച്ചി മല എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ അമ്പൂരിയിൽ നിന്ന് വരുമ്പോൾ ഉള്ളതാണ്. അമ്പൂരി കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം. ബാക്കി ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അറ്റാച്ച് ചെയ്ത് തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾപ്രദേശത്താണ്. അമ്പൂരി കഴിഞ്ഞ് നമ്മൾ കുറച്ച് കയറി വന്നിട്ട് ഒരു ഇടവഴിയാണ് കയറി വന്നത്. കറക്റ്റായിട്ടുള്ള വഴി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യും. ഓക്കെ, നമുക്ക് മേലോട്ടുള്ള കാഴ്ചകൾ കാണാം ഗൈസ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടപ്പു അതൊക്കെ കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഒരിക്കലും ഗൂഗിൾ മാപ്പിൽ കുരിശി മല എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വരരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പോയ സ്ഥലം അത് വേറൊരു സ്ഥലമായിരുന്നു. അവിടെ ഉള്ള ആൾക്കാർക്ക് പോലും അറിയത്തില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ ഇല്ലേ എന്ന്. അങ്ങനെ ഒരു അങ്ങളിനെ പരിചയപ്പെട്ടു. അങ്ങളെ പറഞ്ഞു തന്നെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇതുവഴിയാണ് വഴി എന്നൊക്കെ. അങ്ങനെ കുറച്ച് ഇച്ചിരി ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വണ്ടിയിലൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അപ്പം ഇച്ചിരി നല്ല വണ്ടികൾ വന്നാൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് മേലോട്ടുള്ള വഴികൾ. സോ ഇത് തന്നെ എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. ബൈ. ഇവിടെയൊക്കെ വണ്ടിയൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ പാട് നല്ല പോലെ ഉണ്ട്. ടയറിൻ്റെ ഒക്കെ ഉരഞ്ഞ് കിടക്കുന്ന ഒരു ബ്ലാക്ക് കളേഴ്സൊക്കെ. हमारे एक्सपल्सों का ചുമ്മാ കയറി പോകും. എൻ്റെ വണ്ടി FC ഒക്കെ നമുക്ക് റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഒരു സൗണ്ട് കേട്ടായിരുന്നോ? ഒരു കാടിൻ്റെ സൗണ്ട് കേട്ടായിരുന്നോ?
പീസ്ഫുള്ളായിട്ടുള്ള. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ ആൾക്കാരും അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമാണ്. അങ്ങോട്ട് അധികം വെട്ടമൊന്നുമില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. നമ്മൾ ഏറ്റവും വൈകുന്നേരം 5 മണിക്ക് ആയിട്ടാണ് നമ്മൾ കയറിയത്. മാമന്മാർ വരുന്നുണ്ട്. ഒരു അരമണിക്കൂർ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ കയറി വരുമ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ്. ചരക്കടിച്ച് വരുമല്ലോ കേട്ടോ. അറിയൂ, അതല്ല കിട്ടി ഉറപ്പാണ്. അതിൻ്റെ പ്രതീക്ഷയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റേജ് 1. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വരുമ്പോൾ 4 മണിക്കെങ്കിലും ഇവിടെ എത്തുന്നതിലേക്ക് വരണം. നമ്മളിവിടെ 5:30 ആയി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇരുട്ടത്താണെങ്കിൽ അത്രയും റിസ്ക് ഉണ്ട്. തിരിച്ചിറങ്ങാനും കയറാനും ഒക്കെ അത്യാവശ്യം 1 മണിക്കൂർ നടക്കാനുമുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗുണ കേവ് എന്നല്ല, അതേപോലെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാദൃശ്ചികം മാത്രം. സോ ഗൈസ്, ഇത് ഈ മേളിൽ നിന്ന് മലയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതാണ് ഗൈസ്. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. വരുന്നില്ലേ? കയറി വാ. പണ്ടത്തെ വീട്. ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ഹെൽമെറ്റ് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ബെസ്റ്റ് സ്പോട്ട് എന്നാണ് ഗൈസ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ടത് മറ്റത്. ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രി. അപ്പോൾ ഇതാണ് സ്റ്റേജ് 2. ഈ സാധനം ഉണക്കി കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നുണ്ട് ബോർഡിൽ. ഭയങ്കര ടഫാണ്. കയറുന്നത് തന്നെ കുത്തനായതുകൊണ്ട് അതുവരെ ഇവിടെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ മിക്കവാറും റോഡാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴേക്ക് എങ്ങനെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ ഇവിടെ. ഓക്കെ, ഞാൻ റിയോ ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയുണ്ട് സ്ഥലങ്ങൾ ഉണ്ടോ? എന്തോ ഒരു സംഭവത്തിൻ്റെ വ്യൂ പോയിന്റ് എന്തോ ആയിരുന്നു. കണ്ടോ, ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയാണ്, പക്ഷേ ഇത് ഒട്ടുക്കത്തെ ഹൈറ്റാണ്. അതുകൊണ്ട് തന്നെ മേളിൽ ആൾ നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ അതാണെന്നല്ല. എന്നാലും നമുക്ക് കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, അവിടെ ഒരു സൺസെറ്റായി വരുന്നുണ്ട്. ഞാനൊന്നും കാണിച്ചു തരാം. കണ്ടോ, സൺസെറ്റായി വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഹോഗിയൊക്കെ ആണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ പോലും കയറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അത്രയ്ക്ക് ടയർഡായിട്ടാണ് നിൽക്കുന്നത്. ഇതൊന്നും ആയിട്ടില്ല, ഇനി കിടക്കുന്നതേ ഉള്ളൂ. ഇതാണ് സ്റ്റേജ് നമ്പർ 2 പറഞ്ഞല്ലേ. അപ്പോൾ ഇതാണ് സ്റ്റേജ് നമ്പർ 3. ഇനി അടുത്ത് നമ്മൾ 4-ലൊക്കെയാണ് പോകാൻ പോകുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ റൂമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, അല്ലേ? അതെ അതെ, സ്റ്റേ ആണ്. നേരത്തെ നമ്മൾ കണ്ട മിസ് സ്പോട്ടെന്നോ എന്തോ സംഭവം പറഞ്ഞല്ലോ, അത് ബന്ധപ്പെട്ടാണ്. ഇതുവരെ തന്നെ ഇതുവരെയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടാണോ? നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് റിസോർട്ടാണെന്ന് തോന്നുന്നു.
ഗൈസ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യണ അപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. ഗൈസ് ഇവിടെ മറ്റേ പാർക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നത് അല്ലേ? ഇനി ഇങ്ങോട്ടാണ് വഴി. വഴി അങ്ങോട്ട് പോ. മേളിൽ കയറ വാ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് പറയൂ അല്ലേ? ഇങ്ങോട്ട് വാ. നോക്കി കൈസ് എന്നല്ലോ. ഇത് വേറൊന്നുമല്ല, ഇതാണ് ടയർ. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കിനി വഴി തെറ്റിയതാണെന്ന് അറിയില്ല. ഇതാണ് ഊഞ്ഞാൽ. ഒരുപാട് ഫുള്ള് ഡാർക്കാണല്ലോ. എടി ഇതാണോ വഴി? തിരിച്ചിറങ്ങി എന്താണ് അവസ്ഥയെന്ന് അറിയാൻ പറ്റുന്നത്. ഇത് കയറൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കിത് കൂടെ പിടിച്ചു കയറാനാണെന്നാണ് തോന്നുന്നത്. എടി ഇതാണോ? ഇന്ന് ചെന്ന പോലെ കാട്ടിനകത്താണോ കയറി പോകുമ്പോൾ? പിടിച്ച് കയറാനുള്ളതാണ് കൈസ്. കയറി ഗൈസ് ഇത് കണ്ടോ? ഇത് ഈ ഇലകളൊക്കെ ചുമ്മാ വാടി നിൽക്കുന്നതല്ല, ഇതെല്ലാം വെയിലിൻ്റെ ഫലം കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊരു ടോട്ടൽ എത്ര കിലോമീറ്റർ വരും? 6 കിലോമീറ്ററാ? അത്രയും വേണം, അത്രയും വേണം. എനിക്ക് തോന്നുന്നു ഒരു 2 അല്ലെങ്കിൽ 3 കിലോമീറ്റേഴ്സിനകത്ത് വരുന്നതിൽ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് അത്രയ്ക്ക് ടാർക്കായിട്ട് തോന്നുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മലയാണല്ലോ നമ്മൾ കയറുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പവറും കൂടെ കാണാനാണ് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ ഓക്കി ഇങ്ങനെ എനിക്കറിയില്ല തോന്നുന്ന സ്ഥലത്ത് കൂടെ ഇങ്ങനെ കയറി പോവുകയാണ്. ഫുൾ ഇത് പാറയാണ്. ഇത് തന്നെ വഴി. എങ്ങോട്ട് പോകുന്ന? ഇത് കണ്ടോ, നല്ല സീനറി ഉണ്ട്. പക്ഷെ നമുക്ക് സൺസെറ്റ് എടുക്കാൻ പറ്റുന്നില്ല. സൂര്യൻ അപ്പുറത്താണ്. ഇപ്പം താഴെ പോലെ എൻ്റെ പൊന്നോ. നോക്ക്, അങ്ങോട്ടല്ല ഇങ്ങോട്ട് നോക്ക്.
ഒരു ഗൈസിന്റെ നമ്മളിങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ്. സോറി ഗൈസ്, രാവിലെ ഒന്നും കഴിച്ചില്ല. ഗൈസ് അപ്പോൾ ഇത് കണ്ടോ, ഇത് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഴമുണ്ട് ഇവിടുന്ന് കാണാൻ. ഫുള്ളും ഹൈറ്റുമാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കേട്ടോ ഹോക്കിയുടെ പവറൊക്കെ തീർന്ന് ഇത്രയേ ഉള്ളൂ എല്ലാം. ഗൈസ് അപ്പോൾ ഇതാണ്. അപ്പം വഴി ഇതാണോ അതാണോ കൺഫ്യൂഷൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ഹോക്കി ഇത് കൊടുക്കോ, ഞാനിത് വരുവായിരുന്നു. ശരി. പല കാട്ടിനിടയിൽ പണി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 ഫോൺ എൻ്റെ കയ്യിലായിരിക്കുന്നത്. ഇതൊക്കെ കാണാൻ നമ്മള് എന്താണ് ഓക്കെ. നല്ല ഉയരത്തിലുള്ള പ്രദേശത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇത്രയും കയറാനുണ്ട് നല്ലോട്ട്. ഇത് വല്ലൊരു കാടാണോന്ന് അറിയത്തില്ല. ചെന്ന് കയറുകയാണ്. പക്ഷെ ഇവിടെ കൂടെ ഒരാളും പോയതായിട്ട് ഒന്നും അറിയാനും പറ്റുന്നില്ല. തിരിച്ചിറങ്ങുന്നത് എങ്ങനെയായിരിക്കുന്നു ഒരു പിടുത്തമില്ല. ഈ കാണുന്നതിന് ഈറ അല്ലേ? ഇതാണ് ആന. ആനയുടെ ഫുഡ് കേട്ടില്ല. ആനക്ക് ഈറ കൊടുക്കുന്നുണ്ടല്ലേ, അതാണ് ഈ കാണുന്നത്. ഈ കരിമ്പുംകാട്ടിൽ ആന കയറി എന്ന് പറഞ്ഞേ, അതുപോലെ ഈറക്കാട്ടില് ഓക്കി കയറി പോകുന്ന കൂടെ അറിയുന്നുണ്ട്. ഫുള്ള് ഡാർക്കാണ് ഇവിടെ, കാടാണ്. തിരിച്ചെങ്ങനെ ഇറങ്ങുന്ന അറിയത്തില്ല. ഞങ്ങളെ പോയി ഇതിൻ്റെ അടി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സിനിമ ഇറക്കേണ്ടി വരുമോ? എന്ത് കമോൺ, വിചാരിച്ച പോലെയല്ല, ഭയങ്കര ടഫാണ്. നമ്മൾ രാവിലെ മുതൽ കഴിച്ച ഫുഡെല്ലാം ഒരുമിച്ച് ദഹിക്കും. അയ്യോ, പക്ഷേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് തേടി യാത്ര ചെയ്താലേ നമുക്ക് പുതിയ ബാക്കി മറന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഗൈസ് വേറെ ഒന്നുമില്ല, നമ്മൾ ഇതേപോലത്തെ പുതിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസ് നമുക്കുള്ളത് ഭയങ്കര ബെറ്റർ ആയിരിക്കും. അതായത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാകും. നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റും. Guys, ഫൈനലി ഇതാണ്. ഇതെന്തോന്ന് ഗൈസ്, ഓക്കെ ശ്വാസമില്ല എന്തൊക്കെയാണ്, അതുകൊണ്ടൊന്നും പറയത്ത. കുരിശിപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഈ കണ്ടല്ലോ, ഇത് ഇനിയും കിടക്കുന്ന ഒരു ഹൈറ്റ്. ഇതിനി കയറണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും അല്ലേ?
ഇതും അതുപോലെ തന്നെ, ഇതൊരു അരമണിക്കൂർ എടുക്കും. പക്ഷേ നമുക്കത് മേളിൽ കയറണോ? തിരിച്ചു പോകണ്ടേ? തിരിച്ചെന്തായാലും ഇറങ്ങുമ്പോൾ റിസ്ക് ആണല്ലോ. നമുക്ക് തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ പറയാതെ ഇവിടോട്ട് പറഞ്ഞത് ആരാണെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും അവരവരെ റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ കയറുന്നത്. കാരണം കൂനിച്ചിപ്പാറ എന്ന് പറയുമ്പോൾ നമുക്ക് ലൊക്കേഷനൊക്കെ തെറ്റിപ്പോയായിരുന്നു. ആദ്യം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അറ്റാച്ച് ചെയ്തേരാം. പക്ഷെ നല്ല, അതായത് നമ്മളെ കുരിശുമലയൊക്കെ പിന്നെ നമുക്ക് കയറാൻ പറ്റും. ഇവിടെയൊക്കെ ആണെങ്കിൽ കുത്തനുള്ള കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. അത്രയ്ക്ക് ഫിറ്റ്നസ്സും ബാക്കി കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മളതിനെ കയറിയിട്ട് മേലത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളും കാണും. കാരണം ഇവിടുത്തെ ടോപ്പ് വ്യൂ എടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അത് നമ്മൾ മേളിലെത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ കാണിച്ചു തരും. ഇതാണ് ടോപ്പ് വ്യൂ. അതിന് ശേഷം നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പാറയുണ്ട്. അവിടെ കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇന്ന് എന്തായാലും പറ്റത്തില്ല. കാര്യം ഇപ്പോൾ തന്നെ മണി ഏകദേശം 6 മണി കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് തിരിച്ചിറങ്ങുന്നത് അതിലേറെ ടാർഗറ്റുള്ള ഒരു കാര്യമാണ്. കാര്യം വന്നത് തന്നെ നമുക്കറിയാം എങ്ങനെയാണെന്ന്. ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ്, ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എന്തായാലും നിങ്ങൾ വന്ന് നോക്ക്. കാരണം ഇതിൻ്റെ സൺസെറ്റ് നമ്മൾ ഒരു മിനി സൺസെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മേളത്തെ സൺസെറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത്രയും ഏകദേശം ഗൈസ് ആ വാച്ച് ഓടാത്ത വാച്ചാണ്, അന്നത്തെ അതേ വാച്ചാണ് അതെ ഗൈസ്, നമ്മൾ നിങ്ങളെ വിദഗ്ധമായി പറ്റിക്കും ഗൈസ്. അങ്ങനെ പറയരുത് ഗൈസ്. അപ്പോൾ അതാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മണി അടുപ്പിച്ചാവുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇനിയിപ്പം വെട്ടം കുറവായതുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഡാർക്കാണ്. എന്നാലും നമ്മൾ നിയമം നോക്കും. കാരണം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് നമ്മൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ ഓൺ ഫുൾ പവർ. ഗൈസ് ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇതൊരു ഡാമിൻ്റെ ഒരു പോർഷനാണ്. ഐ തിങ്ക് എനിക്കൊന്ന് നേരെ ഡാം എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് നല്ല വൈബ് അടിക്കാൻ പറ്റും. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു 80 ഡിഗ്രിയിലൊക്കെ കിടപ്പുണ്ട് ഈ ഒരു ഹൈറ്റ്. ഫുള്ള് ഇങ്ങോട്ട് കയറാനകത്ത് പാറയാണ് ഗൈസ്. കണ്ടോ, ഇവിടെ വെച്ച ഈ കൈവരിയോ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ നൈസായിട്ട് കയറിയില്ലെങ്കിൽ നമ്മൾ നേരെ താഴെ കുളിക്കാതെ കിടക്കും. കേസപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല പേടി തോന്നുന്ന പോലെയാണല്ലേ. 360 ഡിഗ്രിയിൽ ഇങ്ങനെയാണ് ഹീറോ വൈബാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങാൻ നല്ലൊരു കട്ടുപ്പം പോലെയാണ്. അതായത് നല്ലൊരു ഇറക്കമാണ്. സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ നല്ല റിസ്ക്കാണ്. പക്ഷെ നമുക്കിവിടെ പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ. കാര്യം ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. വേണ്ട, വാ ഇതൊരു പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഇതാണ് കുന്നിച്ചിമല എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ ഗൈസ്, നിങ്ങൾക്ക് സൺസെറ്റ് കാണാം ഒരു ഭാഗ്യമുണ്ട്. കാര്യം ഞങ്ങൾ വിചാരിച്ചില്ല. കണ്ടോ, ഇതുവരെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഇതാണ്
നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനൊക്കെ. പൊളിയായിട്ടുണ്ട്. കുരിശുമല കണ്ടിട്ടുണ്ടോ? കാണുന്നതിന് കുരിശുമല നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുരിശുമലയുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും പറഞ്ഞാലേ, നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ മറ്റേ മഞ്ഞ് പെയ്യുന്നത് മലയിലെ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ മഞ്ഞ് പെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കാണിച്ചു കൊടുത്തേ, അത്രയ്ക്കും വൈബാണ്. കൈസാട്ടാ ഫുള്ളെല്ലാം മഞ്ഞ് ഇറങ്ങി തുടങ്ങിയായിരുന്നു ഇവിടെയൊക്കെ. അതായത് അപ്പുറത്തൊന്നും കാണാൻ പറ്റില്ല, നല്ല ഹൈറ്റ് ഉണ്ട്. ഇനി നിങ്ങൾ കുരിശുമലയുടെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതാണ് തെക്കൻ കുരിശുമലയുടെ ഒരു സൈഡും പോർഷനൊക്കെ വരുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ഹൈറ്റ് കാണുന്ന പോർഷൻ കണ്ടോ, ഇവിടെയാണ് ആ കുരിശുമലയുടെ കുരിശും കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ സംഭവ സ്ഥലങ്ങളൊക്കെ ഇതാണ്. കണ്ടല്ലോ ഗൈസ്, നമ്മൾ ഇറങ്ങി തുടങ്ങി. അത്രയും റിസ്ക്കാണ്. നമ്മൾ ഈ കാട് വഴിയാണ് വന്നത്. ഇവരൊക്കെ ഈ ഇല്ല വഴി ഇതോ കാണുന്ന മല വഴിയാണ് അപ്പുറത്തിറങ്ങി. അത് കുഴപ്പമില്ല, നമുക്ക് ഇട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഫോൺ ഓഫ് ചെയ്യാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കയ്യിൽ നിന്ന് ഫോൺ പോയാൽ ഇഷ്യൂ ആവും. ഓക്കെ, താഴോട്ട് ഇറങ്ങുമ്പോൾ എന്നാലും കാണിച്ചു തരാം. അത്രയും നമ്മൾ വന്നതിൻ്റെ റിസ്ക് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇന്ന് ഇവിടെ വെച്ച് വീഡിയോ ഓഫ് ചെയ്യാണ്, അതായത് വൈൻഡപ്പ് ചെയ്യാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇരുട്ട് വീണ് കഴിഞ്ഞാൽ നമുക്കിനി ഇറങ്ങാനൊന്നും പാടാണ്, ഫുള്ള് ഡാർക്കാണ്. അതുകൊണ്ട് എന്നാൽ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതേപോലെ ഏതെങ്കിലും സ്ഥലത്ത് പോകണം, കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമ്മളിതേപോലെ ഇങ്ങനെ കാണിച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ കൂടെ ജോയിൻ ആയാലും കുഴപ്പമില്ല, നമ്മളെ കൊണ്ടുപോകും. ഗൈസ്, യു ഓൾവേസ് വെൽക്കം. അപ്പം എന്തായാലും അപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ദിസ് ഇസ് ഓഗി ആൻഡ് ഇസ് മീ യുവർ റിയോ. അപ്പോൾ ബൈ ബൈ. നമ്മളിപ്പോൾ ഇറങ്ങാനാണ്. നമുക്കൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചെറുക്കലും കാര്യങ്ങളൊക്കെയാണ്. റിയോ നോക്കി ഇറങ്ങണം, അവിടെ അത്രയും ചെറുക്കലാണ്, സീനാണ്. കണ്ടായിരുന്നു ഇതിൽ കണ്ടായിരുന്നോ? നമ്മളിപ്പോൾ ഇറങ്ങുന്ന പോർഷനാണ്. ഇവിടെ എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന റിസോർട്ടാണ്. സോ ഈ റിസോർട്ടിൽ ഇപ്പോൾ ബുക്കിംഗ് അവിടെ ആളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചോദിച്ച സമയത്ത് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടെന്നാണ്. പക്ഷേ ഇവിടെ ലൈറ്റിൽ കൊണ്ടുപോയില്ല. അതായത് ഇവിടെ ഇപ്പം ആളുകളൊന്നുമില്ല എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ ഇവിടെ കാട്ടിലുള്ള മൃഗങ്ങളുടെ സൗണ്ടൊക്കെ നല്ലപോലെ കേൾക്കുന്നുണ്ട്. പിന്നെ ഈ കുറുക്കൻ, കുരങ്ങൻ ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് കണ്ടത്. ഇവിടെ ഫുള്ള് ഇരുട്ടായി കഴിഞ്ഞ് നമുക്കിനി ഇറങ്ങാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഫ്ലാഷ് കിട്ടണം. ഈ വെട്ടം അടിച്ചാണ് ഇങ്ങനെ ഇറങ്ങുന്നത് അല്ലേ? അതായത് ഞാൻ അതാണ് ഞാൻ പറഞ്ഞ എല്ലാവരും അവരവർ റിസ്ക്കിലാണ് വരേണ്ടത്. മിക്കവാറും താഴെ എത്തുമ്പോൾ നമ്മളെ വണ്ടി മാത്രം കാണും. എല്ലാവരും വരുമ്പോൾ ഒരു 4 മണിക്കൊക്കെ ആകുമ്പോഴേ വരാവൂ. കാരണം ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പെട്ടേനെ. കാരണം അതിനകത്തുള്ള ആ കാട്ടിലുള്ള വ്യൂസൊക്കെ ഞാൻ കാണിച്ചു തന്നെ ഇറങ്ങി വന്നത്. അത് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നെങ്കിൽ അത്ര ഇഷ്യൂ വരും. ഈ ഇരുട്ട് മേലെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഇറങ്ങാൻ ആ വഴി പറ്റത്തില്ലായിരുന്നു. അതാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങിയതുകൊണ്ട് ഇവിടം വരെ എങ്കിലും എത്തി. അല്ലേ അറിയോ? അപ്പോൾ വരുന്നതൊക്കെ കൊള്ളാം. നമ്മൾ കറക്റ്റ് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റഗ്രാം ഓഗി ആൻഡ് റിയോ പേജിലും നമ്മൾ ഇട്ടിരിക്കാം. ലിങ്ക് വച്ചിരിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അല്ലാതെ യൂട്യൂബിലും ഇട്ടിരിക്കാം. ഓക്കെ.